السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولجميع المؤمنين والمؤمنات. ഭാര്യയിൽ നിന്ന് നിഷൂസ് ഉണ്ടായാൽ, പിണക്കം ഉണ്ടായാൽ, അവൾക്കുള്ള ഭർത്താവ് നൽകേണ്ട എല്ലാ ചെലവുകളും താമസം ഉൾപ്പെടെയുള്ള എല്ലാ മുഅ്നത്തുകളും അവൾക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ആ പിണക്കമുണ്ടാകുന്നത് ഒന്ന് തമത്തുഇനെ വിസമ്മതിക്കുക, 2 ബഖുറൂജ് മി മസ്കനിൻ വീട്ടിൽ നിന്ന് പുറത്തു പോവുക, ബിലാ ഇദ്നിൻ സമ്മതമല്ലാതെ താമസിക്കുന്നിടത്തു നിന്ന് പുറത്തു വരിക. പിന്നെ ബി സഫരിഹ ബിലാ ഇദ്നിൻ, അല്ലെങ്കിൽ സമ്മതമില്ലാതെ അവൾ യാത്ര ചെയ്യുക. ഔ ലി ഗറളിഹ, അല്ലെങ്കിൽ സമ്മതത്തോടെ അവൾ ആവശ്യത്തിന് വേണ്ടി യാത്ര പോവുക, പഠിക്കാനോ പഠിപ്പിക്കാനോ ജോലിക്കോ ഒക്കെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിണക്കമുണ്ടാകും. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവളെ താമസിപ്പിച്ച സ്ഥലം എന്നാണ് അർത്ഥം. ചിലപ്പോൾ അവളെ വീടായിരിക്കാം. അതിന് രോഗം കാണാനാണ് നിൽക്കുക, ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ പോലും പറ്റില്ല, ഹറാമാണ്. ഒന്നിക്കെ നേരെ വാക്കാൽ സമ്മതമാണെങ്കിൽ സമ്മതം ഉണ്ടാകും എന്നുള്ളൊരു ധാരണ വേണം. ദിക്റിനായാലും മൗലിദിനായാലും സ്വലാത്തിനായാലും സമ്മതമില്ലെങ്കിൽ ഹറാമാണ്, നിഷൂസാണ്. വാക്കാൽ സമ്മതമാണെന്നില്ല, സമ്മതം ഉണ്ടാകുന്നില്ല ഒരു ലന്ന് കിട്ടിയാൽ മതി. കാരണം നേരത്തെ ഭർത്താവ് സമ്മതം തരുന്നതാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി? സമ്മതം ഉണ്ടാകും എന്നുള്ള ധാരണയോട് കൂടി പോകുമ്പോൾ കുഴപ്പമില്ല. ബഖുറൂജി മി മസ്കനിൻ ഐ മിനൽ മഹല്ലി, ഒരു സ്ഥലത്തു നിന്ന് പുറത്തു പോവുക. അല്ലതി, അങ്ങനെയുള്ള സ്ഥലം. റളിയ, ഭർത്താവ് തൃപ്തിപ്പെട്ടു. ബിഇഖാമത്തിഹായ, അവൾ താമസിക്കണമെന്ന്. ഫീഹി, ആ സ്ഥലത്ത്. അപ്പോൾ അവൾ താമസിക്കാൻ ഭർത്താവ് തൃപ്തിപ്പെട്ട സ്ഥലം. വലൗ ബൈത്തഹ, അത് അവളുടെ വീടായാലും, ഔ ബൈത്ത അബീഹ, അവളുടെ വാപ്പാൻ്റെ വീടായാലും. ഇനി ആവശ്യം വലൗ ലി ഇയാദത്തിൻ, രോഗസന്ദർശനത്തിനാണെങ്കിലും. രോഗസന്ദർശനം സുന്നത്താണല്ലോ. വൈൻകാന സൗജു ഗായിബൻ, ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ പോലും നിഷൂസ് വരും. ബിതഫ്സീരിഹില്ലാത്തി, പക്ഷെ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അതിന് കുറച്ച് വിശദീകരണം വരുന്നുണ്ട്, അതടക്കം കൂട്ടി വായിക്കണം. എങ്ങനെ പുറത്തു പോവാ? ബിലാ ഇദ്നിൻ മിൻഹു, അയാളെ സമ്മതമല്ലാതെ. വലാ ദന്നിൻ ലിറിളാഹു, സമ്മതം ഉണ്ടാകുമെന്ന ഒരു വിചാരവുമില്ലാതെ. അപ്പോൾ ഖുറൂജുഹ, അപ്പോൾ സ്ത്രീ പുറത്തു പോകുന്നത് ബി ഗൈരി റിളാഹു, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ, തൃപ്തിയില്ലാതെ പുറത്തു പോകുന്നത്. തൃപ്തിയാണ് വിഷയം. ആ തൃപ്തിയില്ലാതെ പുറത്തു പോകുന്നത്. ഒരു സിയാറത്തി സ്വാലിഹിൻ, ഒരു നല്ല സ്വാലിഹായ ഒരു മനുഷ്യനെ സിയാറത്ത് ചെയ്യാനാണെങ്കിൽ പോലും. ഔയാദത്ത് ഗൈരി മെഹ്റമിൻ, അല്ലെങ്കിൽ മെഹ്റമായ ഒരാളെ സന്ദർശിക്കാൻ വേണ്ടിയാണെങ്കിലും. മെഹ്റമല്ലാത്ത ഒരാളെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ മെഹ്റം എന്നാണ് അത്ര വേണ്ടത്, വയറ് എന്ന് വേണമെന്നില്ല. അപ്പോൾ ഒരു മെഹ്റമായ ആങ്ങള, അങ്ങനെയുള്ള ജ്യേഷ്ഠൻ, പെങ്ങൾ, അനിയത്തി, ഇങ്ങനെയുള്ള ആളുകളെ സന്ദർശിക്കാൻ വേണ്ടിയാണെങ്കിലും. ഔല മജ്ലിസ് ദിക്രിൻ, അങ്ങനെയൊക്കെയാണെങ്കിലും, ദിക്റിൻ മജ്ലിസിലേക്കാണെങ്കിലും. നിശ്യാനുൻ, അത് ഹറാമാണ്. വനുഷൂസൻ, അത് ഭാര്യയുടെ ഭാഗത്തിൽ നിന്ന് നിഷൂസാണ്, അവർക്ക് ചെലവ് നഷ്ടപ്പെടും. അപ്പോൾ തൃപ്തി ഉണ്ടോ അല്ലേന്ന് എങ്ങനെ അറിയാത്ത? സാധാരണ രീതിയിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ തൃപ്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതിന് തൃപ്തി ഉണ്ടാവും എന്നുള്ളത്. നോക്കൂ, വാഖദൽ അദ്റായിയു ഗൈറുഹു മിൻ കലാമിൽ ഇമാമി, ഈ വിഷയത്തിൽ ഇമാമുൽ ഹറമൈനി പറഞ്ഞ സംസാരത്തിൽ നിന്ന് അസ്റായി ഇമാമും മറ്റും മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഗവേഷണം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അന്നലഹ, അവൾക്ക് പുറത്തു പോകുന്ന വിഷയത്തിൽ അവൾക്ക് ആകാവുന്നതാണ് ഇത്തിമാദുൽ ഉർഫി, പതിവിനെ അവലംബിക്കാം. ഏത് പതിവ്? അദ്ദാലി, അറിയിക്കുന്ന, അലാ റിളാ അംസാലി, ഇതുപോലെയുള്ളതിനൊക്കെ അയാളെ സമ്മതം ഉണ്ടാകും എന്നറിയിക്കുന്ന നേരത്തെയുള്ള ഒരു രീതി, പതിവിനെ അവൾക്ക് അവലംബിക്കാവുന്നതാണ്. മിസ്ലിൽ ഖുറൂജില്ലദീ തുരീദുഹു, അവൾ ഉദ്ദേശിക്കുന്ന പുറപ്പെടൽ പോലത്തത് കൊണ്ട്.
ഉദാഹരണത്തിന് ഓളെ എളാപ്പാക്ക് അസുഖമായാൽ പോകുന്നതിൽ അയാൾക്ക് തൃപ്തിയാണ്. അപ്പം ഇനി ആ എളാപ്പല്ലാത്ത വേറൊരാളാണെങ്കിലോ അസുഖമായത്, അപ്പോഴും ഈ എളാപ്പാനെ കാണാൻ പോകാൻ എപ്പോഴും തൃപ്തിയാണല്ലോ. എന്നാൽ പിന്നെ മറ്റേ എളാപ്പാനെ കാണാൻ പോകുന്നു, മൂത്താപ്പാനെ കാണാൻ പോകുന്നു തൃപ്തി ആയിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഉറുഫ് എന്ന് പറഞ്ഞാൽ, നേരത്തെയുള്ള ആ പതിവ്. അദ്ദാലി അലാ റിളാ അംസാലിഹി ബിമിസ്ലിൽ ഖുറൂജില്ലദീ തുരീദുഹു, ഉദ്ദേശിക്കുന്ന പുറപ്പെടൽ കൊണ്ട്. അപ്പോൾ അവിടെ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാർക്കൊക്കെ അസുഖമായി അവൾക്ക് പോകാവുന്നതാണ്, അതിന് പ്രത്യേകം സമ്മതം ചോദിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെയുള്ള തുല്യരായ ആളുകൾ വേറെ വന്നാൽ അതിനും ചോദിക്കേണ്ടതില്ല, നിഷൂസായിട്ട് കണക്കാക്കൂല. ഖാല ശൈഖുന, ഈ അസ്റായിമാൻ പറഞ്ഞതിനെ കുറിച്ച് ശൈഖുന തുഹ്ഫയിൽ പറഞ്ഞു, വഹു മുഹ്തമിലുൻ, അത് തരക്കേടില്ലാത്തൊരു അഭിപ്രായമാണ്. പക്ഷേ മാലം തഅലം മിൻഹു ഗൈറത്തൻ തഖ്തഉഹു അൻ അംസാലിഹി ഫി ദാലിക, ഇതുപോലെയുള്ള പുറത്തു പോകുന്നതിൽ ഈ സംഭവത്തെ വേർപ്പെടുത്തുന്ന ഒരു ദേഷ്യം അയാൾക്കുണ്ടാകുമെന്ന് ഉറപ്പില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ളതിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടം ഉണ്ടാവുമോ? ചില കേസുണ്ടാവും പോകുന്നത് അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനത്തെ കേസൊന്നും അല്ലെങ്കിൽ എന്നർത്ഥം. അതിനിപ്പോൾ ഇബാറത്ത് ഇങ്ങനെയാണ്, മാലം താലം, അവളെ മനസ്സിലാക്കിയില്ലെങ്കിൽ മിൻഹു അയാളിൽ നിന്ന് ഗൈറത്തൻ, ഒരു ദേഷ്യം. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ സഖ്ത്, ദേഷ്യം. തഖ്തഉഹു, ഈ സംഭവത്തെ അത് വേർപ്പെടുത്തും. അന്നംസാരിഹി, ഇതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ട്. ഫി ദാലിക, ഈ പുറപ്പെടുന്ന വിഷയത്തിൽ, അവിടെ ഉദ്ദേശിക്കുന്ന പുറപ്പെടുന്ന വിഷയത്തിൽ സാധാരണയെ തൊട്ട് വേർപ്പെടുത്തുന്ന, വകമാറ്റുന്ന ഒരു ദേഷ്യം അയാൾക്കുണ്ടാകുമെന്ന് ഉറപ്പില്ലെങ്കിൽ മുഹ്തമലുൻ, ആ പറഞ്ഞത് ശരിയാണ്. ചിലതുണ്ടാവുമല്ലോ, എളാപ്പാരുടെ അടുത്തൊക്കെ പോകണമൊക്കെ പറ്റും, അളിയന്മാരുടെ അടുത്തേക്കൊക്കെ പോകണമൊക്കെ പറ്റും, പക്ഷെ ഒരളിയൻ്റെ അടുത്തേക്ക് പോകണോ അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് അവൾക്ക് മനസ്സിലാക്കുമ്പോൾ. അങ്ങനത്തെ ഒരു അളിയുണ്ട്, അയാൾക്ക് കുറച്ച് ദേഷ്യം ഒക്കെ ഉള്ളത്, അങ്ങനെ പോകാൻ പറ്റൂല. മാലം താലമൾ അറിയാതിരിക്കുമ്പോൾ മിൻഹു അയാളിൽ നിന്ന് ഗൈറത്തിന്, ഒരു ദേഷ്യം. തഖ്തഉ, ആ ദേഷ്യം മുറിക്കും. ഹു, ആ സംഭവത്തെ, അന്നംസാരിഹി തുല്യമായതിനെ തൊട്ട് മുറിക്കും. ബിമിസ്ലിൽ ഖുറൂജില്ലദീ തുരീദുഹു, അവൾ ഉദ്ദേശിക്കുന്ന പുറപ്പെടൽ പോലത്തത് കൊണ്ട്. തുല്യമായതിനെ തൊട്ട് മുറിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, വേറെയാക്കുന്ന ഒരു ദേഷ്യം അയാൾ എന്നറിയപ്പെടാത്തപ്പോൾ. ഇനി പറയുന്നത് എന്താണെന്നറിയോ? സമ്മതമല്ലാതെ തന്നെ പുറത്തു പോകൽ അനുവദനീയമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ സ്ഥലം? രോഗസന്ദർശനത്തിന് വേണ്ടിയാണെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചില നുസ്ഖയിൽ വലു ഇയാദത്ത് എന്നല്ല, ഇബാദത്ത് എന്നുള്ളത് കേട്ടോ. ഇയാദത്ത് എന്ന് പറഞ്ഞാൽ രോഗസന്ദർശനം എന്നാണ്. ഇബാദത്ത് പറഞ്ഞാൽ ആരാധന, നിസ്കരിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇബാദത്ത്, അതിന് പോകാൻ പറ്റൂല എന്നാണ്. ശരി, തംബീഹുൻ യജൂസ് ലഹൽ ഖുറൂജ് ഫി മവാദിഅ, ഏതാനും സ്ഥലങ്ങളിൽ അവൾക്ക് പുറത്തു പോകാവുന്നതാണ്. ഒന്ന്, ഇദാ അഷ്റഫൽ ബൈത്തു അലൽ ഇൻഹിദാം, വീട് പൊളിഞ്ഞു വീഴാറായാൽ. അഷ്റഫ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാക്കി എന്നല്ല, ആവാറായി, ഇൻഹദം പറഞ്ഞാൽ പൊളിഞ്ഞു എന്നല്ലേ, അപ്പോൾ പൊളിയാറായാൽ. അപ്പോൾ അതിന് മാനദണ്ഡം ഇപ്പം എന്താ? ഇവർ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് ഇപ്പോൾ ഉറപ്പിക്കണം, ഒന്നും വേണ്ട. ലക്ഫി ഖൗലുഹാ ഖശിയത്തു ഇൻഹിദാമഹു, അത് പൊളിഞ്ഞു വീഴുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് അവൾ പറഞ്ഞാൽ മതിയാകുമോ? ഔലാ ബുദ്ദ മിൻ ഖരീനത്തിൻ തദുല്ലു അലൈഹാ, സാധാരണ രീതിയിൽ അതിൻ്റെ മേൽ അറിയിക്കുന്ന വല്ല അടയാളങ്ങളും ഉണ്ടാവണോ? ഞാൻ പൊളിഞ്ഞു ആടുന്ന് പേടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് മതിയോ?
അതല്ല പൊളിഞ്ഞാടാനുള്ള അടയാളങ്ങളും ഒക്കെ വേണോ? ഔലാബുദ്ദാല കൂടാതെ കഴിയില്ലേ? മിൻ ഖരീനത്തിന് ഒരു അടയാളം തദുല്ലു അലൈഹി പൊളിഞ്ഞാടുമെന്ന് അറിയിക്കുന്ന ആദതൻ സാധാരണ രീതിയിൽ വിള്ളലും മറ്റൊക്കെ ഉണ്ടാവില്ലേ? ഖാല ശൈഖുനാ കുല്ലു മുഹ്തമൽ. രണ്ട് അഭിപ്രായവും ന്യായമാണ്, രണ്ട് അഭിപ്രായത്തിനും സാധ്യതയുണ്ട്. വൽ അഖ്റബു സാനി, എന്നാൽ ഒന്നുകൂടെ ശരിയിലേക്ക് അടുത്ത് നിൽക്കുന്നത് രണ്ടാമത്തെ അഭിപ്രായമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം കൂടി വേണം വീട് പൊളിഞ്ഞാടുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചുമര് പൊട്ടിയിട്ടുണ്ട്, നല്ല മഴ ഇതൊക്കെ അതിന് കാരണമാണല്ലോ. രണ്ട്, ഇദാ ഖാഫത്ത് അലാ നഫ്സിഹാ വ മാലിഹാ ബിൻ ഫാസിഖിൻ ഔ സാരിഖിൻ. ഏതെങ്കിലും ഒരു ഫാസിഖോ കള്ളനോ അവളെ ഉപദ്രവിക്കുമെന്നോ അല്ലെങ്കിൽ അവളെ സമ്പത്ത് നഷ്ടപ്പെടുത്തുമെന്നോ ഭയപ്പെട്ടാൽ, ഖാഫ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. മൂന്ന്, ഇദാ ഖറജത്തിൽ ഖാദി ത്വലബി ഹഖിഹാ മിൻഹു. ഭർത്താവിൽ നിന്ന് അവകാശങ്ങൾ നേടാൻ വേണ്ടി അവൾ കോടതിയിലേക്ക് പുറപ്പെട്ടു, ഖാദിൻ്റെ അടുത്തേക്ക്, ജഡ്ജിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അടുത്തത്, ഖുറൂജുഹാലി തഅല്ലുമി ഉലൂമിൽ ഐനിയ ഇൽമു പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഫർദ് കിഫായത്തും അല്ല, സുന്നത്തും അല്ല. ഫർദ് ഐനായ കാര്യങ്ങൾ ഇൽമുണ്ടല്ലോ, ഫാത്തിഹ സൂറത്ത്, അങ്ങനെയുള്ള ഫർദായ ഐനായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പുറത്തുപോയി. ഔലിൽ ഇസ്തിഫ്താ, അല്ലെങ്കിൽ ഫത്വ ചോദിക്കാൻ വേണ്ടി. ഇസ്തിഫ്താ എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുക. ഇസ്തഫ്താ സീന് ത്വലബിനാണല്ലോ. ഹൈസ്ലം യുഗ്നിഹ അസ്സൗജു അസ്സിഖത്ത്. വിശ്വസ്തനായ ഭർത്താവ് അവളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഭർത്താവിനെ ആലിമാണെങ്കിൽ പിന്നെ പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. ഹൈസ്ലം യുഗ്നിഹ, അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അസ്സൗജു ഭർത്താവ്, അസ്സിഖത്തു വിശ്വസ്തനായ, ഔ നഹബു മഹറമി, അല്ലെങ്കിൽ ഭർത്താവ് നോക്കേണ്ട, അല്ലെങ്കിൽ മഹറമായ വാപ്പയോ മഹറമായ ഏതെങ്കിലും ഒരാൾ അവളുടെ പ്രശ്നം തീർത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, ഫി മസ്തദറു ഷെയ്ഖുന എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് ഷെയ്ഖുൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വഹുവ ലാഹിറുൻ എന്ന് പറഞ്ഞു. ഭർത്താവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പുറത്തു പോയി ചോദിക്കണേ? ആ ഭർത്താവ് വിശ്വസ്തനാണെങ്കിൽ, അല്ലെങ്കിൽ നെഹ്റു മെഹ്റമിഹ, അല്ലെങ്കിൽ അവളെ മെഹ്റം ഉണ്ടാവുക, ആങ്ങളെയോ ഭർത്താവിൻ്റെ ഉപ്പയോ ഒക്കെ ആര്യമാണെങ്കിൽ ഓക്കെ. അമിൻഹ ഇദാ ഖറജൽ ഇഹ്സാബി നഫഖത്തിൻ ബി തിജാറത്തിൻ ഔ സ്വാലിൻ കസ്ബിൻ ഇദാ അസ്റ സൗജ്. ഭർത്താവ് പ്രയാസത്തിലായാൽ, പ്രയാസത്തിലാണ്, പൈസ ഇല്ല, അപ്പോൾ കച്ചവടം കൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കസ്ബ് ജോലി ചെയ്തിട്ടോ ചെലവ് സമ്പാദിക്കാൻ വേണ്ടി പുറത്തു പോയാൽ, ഖറജത്ത് ഇക്തിസാബി നഫഖത്തിൻ, ചെലവിന് സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ പോകാലോ. കച്ചവടമോ അല്ലെങ്കിലും ആൾക്കാരോട് യാചിക്കേണ്ടി വരും, അല്ലെങ്കിൽ പണിയെടുക്കേണ്ടി വരും. ഇതാ അസ്റ സൗജ്, ഭർത്താവിന് പ്രയാസം. ഭർത്താവുമാർക്കൊക്കെ ഇപ്പോൾ അസുഖമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ രോഗം വന്നു, അല്ലെങ്കിൽ ആക്സിഡൻ്റായി, അല്ലെങ്കിൽ അയാൾക്ക് പണിയില്ലാതെ കഷ്ടപ്പെടുകയാണ്, ജോലിയില്ലാതെ വീട്ടിൽ കുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പുറത്തു പോകാൻ അയാളുടെ സമ്മതം വേണ്ട, പട്ടിണി എടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒമിൻഹ ഇദാ ഖറജത്ത് അലാ ഖൈരി വജിഹിൻ നുശൂസ്. ശ്രദ്ധിക്കുക, പിണങ്ങുക എന്ന രീതിയിലല്ലാതെ, പിണക്കത്തിൻ്റെ രീതിയിലല്ലാതെ പുറത്തുപോയി. ഫി ഖൈബത്തി സൗജി, ഭർത്താവില്ലാത്ത സമയത്ത്, അതിൻ്റെ ബലതി, നാട്ടിൽ ഭർത്താവില്ലാത്തപ്പോൾ, ബിലാ ഇദ്നിഹി, സമ്മതമില്ലാതെ, ഗൾഫിലോ മറ്റോ ആണ്. അപ്പോൾ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ പിണങ്ങിപ്പോവാന്ന അർത്ഥത്തിലല്ലാതെ പുറത്തുപോയി. അങ്ങനെയാണല്ലോ, രണ്ട് പോക്കുണ്ടല്ലോ. എന്തിനാ? സിയാറത്തിനോ അല്ലെങ്കിൽ യാദത്ത് ഖരീബിൻ, കുടുംബക്കാരനെ സന്ദർശിക്കാനോ രോഗിനെ സന്ദർശിക്കാനോ ഒക്കെ പുറത്തുപോയി. ഈ പുറത്തു പോകൽ സമ്മതമല്ലെങ്കിലും ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ, ഓരോന്നും നിങ്ങൾ ചോദിക്കാൻ പറ്റുമോ? മുമ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, കത്തൊക്കെ അയച്ചിട്ട് വേണ്ടേ, അപ്പോൾ അതിന് ആവശ്യം തീരൂലേ, പിന്നെ വാട്സപ്പ് ആയാൽ മതി, അതിന് ആവശ്യമില്ല. ലാ അജ്നബിയിൻ ഔ അജ്നബിയ്യത്തിൻ അലൽ ഔജഹി. അന്യ പുരുഷനെയോ അന്യ സ്ത്രീയെയോ സന്ദർശിക്കാനല്ല കേട്ടോ, അത് കൂട്ടൂല. അലൽ ഔജഹി, പ്രബലമായ അഭിപ്രായത്തിൽ. ഇമാം മുഗ്നി തങ്ങൾ പറയുന്ന അയൽവാസികളെയോ അല്ലെങ്കിൽ മറ്റു കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കാൻ പോയാലും കുഴപ്പമൊന്നുമില്ല എന്നാണ്, ഒക്കെ പോകേണ്ടതല്ലേ എന്നാണ്, ഭർത്താവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഒമിൻഹ ഇദാ ഖറജത്ത് അലാ ഖൈരി വജ്ഹിൻ. പിണങ്ങുക എന്ന ഉദ്ദേശത്തിലല്ലാതെ സൗഹൃദപരമായിട്ട് തന്നെ പുറത്തുപോയി, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ, അനിൽ ബലതി, നാട്ടിലില്ലാത്ത സന്ദർഭത്തിൽ, സമ്മതമല്ലാതെ പുറത്തു പോയാൽ, ലി സിയാറത്തി ഔ ഇയാദത്തി ഖരീബിൻ, കുടുംബക്കാരൻ്റെ രോഗം സന്ദർശിക്കാനോ കുടുംബക്കാരനെ സന്ദർശിക്കാനോ. സിയാറത്തി എന്നുള്ളതിന് രണ്ടിലേക്ക് അത്ഫ് ചെയ്തിരിക്കുകയാണ്. അല്ല, സിയാറത്ത് എന്നുള്ളതിന് ഇയാദത്തിനെയും ഖരീബിലേക്ക് അത്ഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഖരീബിൻ്റെ രോഗം സന്ദർശിക്കാനോ ഖരീബിനെ സന്ദർശിക്കാനോ, രോഗമൊന്നുമല്ല, വെറുതെ അന്യപുരുഷനെയും അന്യ സ്ത്രീയും ആണെങ്കിൽ പറ്റില്ല എന്ന് പ്രബലം. ഞാനല്ല ഖുറൂജലി ദാലിക. കാരണം ഇത്തരം പുറപ്പെടലുകളൊക്കെ ഭർത്താവില്ലാത്ത സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകൽ
ലായു ആദ്യ നിഷൂസൻ ഉറപ്പൻ സാധാരണ രീതിയിൽ അതൊന്നൊരു പിണക്കമായിട്ട് കണക്കാക്കപ്പെടുന്നതോ എണ്ണപ്പെടുന്നതോ അല്ല. കാല ഷെയ്ഖുന വദാഹിറുൻ, ഷെയ്ഖുന പറഞ്ഞൊക്കെ വളരെ ക്ലിയറാണ്. എപ്പോൾ അന്ന മഹല്ല ദാലിക്ക പറഞ്ഞത് പിണക്കാവില്ല എന്ന് പറയുന്നത് ഇതാലം യംനാഹാമിനുള്ള ഖുറൂജി ഭർത്താവ് അവളെ പുറപ്പെടുന്നത് തടഞ്ഞിട്ടില്ലെങ്കിലാണ്, പുറത്തു പോകുന്നത് തടഞ്ഞിട്ടില്ലെങ്കിലാണ്. അയുർസിൽ ഇലൈഹ ബിൽ മൻഇ, അല്ലെങ്കിൽ പുറത്തു പോകരുത് എന്ന് പറഞ്ഞ് അയാൾ ആളെ വിടാതിരിക്കുമ്പോഴാണ്. അർസല ആളെ വിട്ടു, അവളോട് നിൽക്കും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ വിട്ടു, അല്ലെങ്കിൽ നേരെ പറഞ്ഞു. നാട്ടിലെ പുറത്താകുമ്പോൾ പിന്നെ ആളെ വിടേണ്ടി വരുമല്ലോ, മെസ്സേജൊക്കെ അയക്കേണ്ടി വരൂലേ. ഭർത്താവ് അവളെ തടയാതിരിക്കുമ്പോഴാണ് അയുർസിൽ, അല്ലെങ്കിൽ അയാൾ ആളെ വിടാതെ സന്ദേശം അയക്കാതിരിക്കുമ്പോഴാണ് ഇലൈഹ അവൾക്ക് ബിൽമൻ ഈ പുറത്തു പോകുന്നത് തടഞ്ഞുകൊണ്ട്. മറ്റൊന്ന് പിണക്കത്തിൻ്റെ കാരണം അബി സഫരിഹ അബി ഖുറൂജിഹ വഹദഹ, അവൾ ഒറ്റയ്ക്ക് പുറത്തു പോകുക. ഇലാ മഹല്ലി യജൂസുൽ ഖസ്റു മിന്നു, നിസ്കാരം ഖസ്റാക്കൽ നദിയമാകുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി അവൾ ഒറ്റയ്ക്ക്. ഈ മുസാഫിരി യാത്രക്കാരന് നിസ്കാരം ഖസ്റാക്കൽ അനുവദീയമായൊരു ദൂരത്തേക്ക്, അതായത് 2 മർഹല എന്നൊക്കെ പറയും അല്ലേ, 90 കിലോമീറ്റർ അപ്പുറത്തേക്ക്. വലവുല് സിയാറത്ത് അപവയഞ്ഞു, വാപ്പാനിമാനും കാണാനാണെങ്കിലും അവരിൽ ഹജ്ജിന് വേണ്ടിയാണെങ്കിൽ പോലും നുഷൂസ് സംഭവിക്കും. എപ്പോൾ പുറത്തു പോയാൽ ബിലാ ഇദ്നി മിൻഹു, അയാളുടെ സമ്മതമല്ലാതെ പുറത്തു പോയാൽ. വലൗലി ഖറദിഹി, അയാൾ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും സമ്മതമല്ലാതെ പോയാൽ പ്രശ്നമാണ്. മാലം തൽത്തർ, അവൾ കുടുങ്ങാതിരിക്കുമ്പോട്ടോ, സമ്മതമല്ലാതെ തന്നെ അവൾ പോയി കുടുങ്ങിയിട്ടാണ്. ഉദാഹരണം പറയാം. അഞ്ചല ജമിയോ അഹിൽബലി, നാട്ടിലെ മുഴുവൻ ആൾക്കാർ നാട് വിട്ടു, പിന്നെ നമുക്ക് മാത്രമേ ഈ നാട്ടിൽ താമസിക്കാൻ പറ്റൂ. ജല എന്ന് പറഞ്ഞാൽ നാട് വിടുക എന്നർത്ഥം. ജല ഔ ബക്കിയമല്ല തേമന് മാഹോനെ, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ നാട്ടിൽ ബാക്കിയില്ലാതെ വരിക. അവ ബക്കി അല്ലെങ്കിൽ ബാക്കി ആയതുമൻ ഒരുത്തനാണ്. ലാ തേമനു മാഹു, അവൾക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ സമ്മതമല്ലാതെ പുറത്തു പോയി. ഔ ബീദിനി, അല്ലെങ്കിൽ സമ്മതത്തോടെ തന്നെയാണ് പുറത്തു പോയത്. ഒലാക്കിൽ ഖറദി, അല്ലെങ്കിൽ അവൾ ആവശ്യത്തിന് വേണ്ടിയാണ്, പക്ഷേ അവൾ ആവശ്യത്തിന് വേണ്ടിയാണ്. ഔലി ഖറദി അജ്നബീൻ, അല്ലെങ്കിൽ അന്യൊരാളുടെ മൂന്നാം കക്ഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ. ഖറദ് പറഞ്ഞ ആവശ്യം. ഇവിടെ തസ്കുത്തുൽ മുവാനു അലൽ അദ്ഹരി, ഇവിടൊക്കെ അവൾക്ക് ലഭിക്കേണ്ട ചെലവ് നഷ്ടപ്പെടുന്നതാണ് പ്രബലമായ അഭിപ്രായത്തിൽ. അൽ അദ്ഹരി, പ്രബലമായ അഭിപ്രായത്തിൽ അല്ലേ. അതുമി തംകീനി, കാരണം അവളുടെ ഭാഗത്തിൽ നിന്ന് അവളുടെ ശരീരം ഭർത്താവിന് സൗകര്യപ്പെടുത്തി കൊടുത്തില്ല എന്നതാണ് കാരണം, തംകീൻ. അപ്പം ഇനി രണ്ടാളെ ആവശ്യത്തിന് വേണ്ടി അയാളെ സമ്മതത്തിന് വേണ്ടി പോയാലോ? അവളെ ആവശ്യത്തിന് വേണ്ടിയാണ് പോയതെങ്കിൽ അയാളെ സമ്മതം ഉണ്ടെങ്കിൽ അവൾക്ക് ചെലവിന് അർഹതല്ല. കൊടുത്താൽ കിട്ടിയാൽ വാങ്ങാം. ഇനി വലു സാഫർത്ത് ബീദിനിഹിലി ഖറദിഹിമാ മഅൻ, അയാളെ സമ്മതത്തിലൂടെ രണ്ടാളും കൂടി ആവശ്യത്തിന് വേണ്ടിയാണ്, കുട്ടീനെ ഏതോ സ്ഥാപനത്തിൽ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പം മുക്തദൽ മുറജ്ജഹി, പ്രബലമായ അഭിപ്രായം തേടുന്നത് ഫിൽ ഐമാനി, സത്യം ചെയ്യുന്നിടത്ത് പാഠത്തിൽ അവിടെ പ്രബലപ്പെടുത്തിയ അഭിപ്രായം തേടുന്നത് ഫീമാക്കാൽ സോജത്തിഹി. എങ്ങനെ സത്യം ചെയ്യാറിനാൽ ആ മസല കേട്ടോ, സത്യം ചെയ്യുന്നിടത്തുള്ള മസല. ഒരാൾ ഭാര്യനോട് പറഞ്ഞു ഖാരിജത്തിൽ ഗൈരിൽ ഹമ്മാമി, കുളിക്കാൻ വേണ്ടി അല്ലാതെ നീ പുറത്തു പോയാൽ നീ ത്വാലിഖാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? കുളിക്കാൻ വേണ്ടി അല്ലാതെ എന്നാണ് പറഞ്ഞത്. ഖറജത്ത് ലുഹാബലി ഗൈരിയ, അപ്പോൾ കുളിക്കാൻ വേണ്ടിയും അല്ലാത്തതിന് വേണ്ടിയും കൂടി പുറത്തു പോയാൽ അവിടെ പ്രബലം എന്താ? ലാ തത്ലുഖു, അവൾ താലിഖാവൂലാന്ന. ഇതാണ് ഐമാൻ, സത്യം ചെയ്യുന്ന പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ പ്രബലപ്പെടുത്തിയത് തേടുന്നത് അദമു സുഖൂത്തി ഹുനാ, ഇവിടെയും ചെലവ് നഷ്ടപ്പെടില്ല എന്നാണ്. എവിടെ? അവൾ ആവശ്യത്തിന് വേണ്ടിയല്ല, രണ്ടാളും കൂടി ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ. ലാക്കിൻ നസ്സുലിമി മുഖ്തസരി അഫ്തൽ സുഖൂത്ത, ഉമ്മിലും മുഖ്തസറിലും പറഞ്ഞത് പ്രകാരം അവൾക്കുള്ള ചെലവ് നഷ്ടപ്പെടും എന്നാണ്. ഇനി ലാബി സഫരിഹ മാഹു, ഇനി ഭർത്താവിനോട് കൂടെ അവൾ യാത്ര ചെയ്താൽ നുഷൂസ് ഉണ്ടാവില്ല. ബീദിനിഹി, സമ്മതത്തോടുകൂടെ. അവൾ ഫിഹാജത്തെ, അവളുടെ ആവശ്യത്തിന് വേണ്ടി. ഭർത്താവ് ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ എന്താ? അബി സഫരിഹ ബി ഖുറൂജിഹ, ഒറ്റയ്ക്ക് പോവുകയാണ്, അതായത് ഭർത്താവിനെ കൂട്ടാതെ പോവുക എന്നാണ് പറഞ്ഞത്. ഭർത്താവിനെ കൂട്ടാതെ അവൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവിടെ അവൻ്റെ സമ്മതമില്ലാതെ പോയാൽ നുഷൂസ് ഉണ്ടാകും. ഞാൻ അയാളുടെ സമ്മതത്തോടു കൂടെ തന്നെ അവൾ ആവശ്യത്തിന് പോകേണ്ടിയാണെങ്കിൽ നുഷൂസ് ഉണ്ടാകും. ഹറാമാന്നല്ല, ചിലവുണ്ടാവില്ല. ഇനി ലാബി സഫരിഹ മാഹു, അവൾ അയാളെ കൂടെ പോയി,
ബീദിനിഹി ആളെ സംഭവത്തിലൂടെ വലൂഫി ഹാജത്തി അവളെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും വരാബി സഫരിഹ ബീദിനിഹി ദി ഹാജത്തി ഇനി അയാളെ സംഭവത്തിലൂടെ അയാളെ ആവശ്യത്തിന് വേണ്ടി അവൾ യാത്ര പോയാലും വലവുമാ ഹാജത്ത് കരിഹി മറ്റൊരാളുടെ ആവശ്യം കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരാ തസ്കുത്തുൽ മോനു ചിലവൊന്നും നഷ്ടപ്പെടൂല എന്നഹ മുഖ്യത്ത് കാരണം അവൾ ശരീരം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവളുടെ കൂടെ ഉണ്ടല്ലോ ഭർത്താവിൻ്റെ കൂടെ ഒഹുൽ മുഫബിത്തു അയാളാണ് നഷ്ടപ്പെടുത്തിയത് ഇനി ഹക്കി അയാൾ അവകാശത്തെ ഫിസ്ഥാനിയത്തി രണ്ടാമത്തെ എടുത്ത് അയാളെ സംഭവത്തിലൂടെ അവളെ ആവശ്യത്തിന് വേണ്ടി പോയെടുത്ത് ഇനി ഒഹുവ അയാളാണ് മുഫബിത്ത് നഷ്ടപ്പെടുത്തിയതിൽ ഹക്കി അയാൾ അവകാശത്തെ ഫിസ്ഥാനിയത്ത് രണ്ടാമത്തെ എടുത്ത് ഇനി കുറച്ച് മസ്തലയും കൂടെ ആ വിഷയത്തിൽ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നുണ്ട് അള്ളാഹു നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിനൊക്കെ റാഹത്തുള്ള ജീവിതം തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി